എറണാകുളം കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി കൊള്ള നടത്തിയ കേസിൽ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. സ്വകാര്യ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് മീഡിയ വണ്ണിന് ലഭിച്ചത്. കവർച്ച നടന്ന സ്റ്റീൽ കടമയുടെ ഉടമ സുബിനും പ്രതികളോടൊപ്പം ദൃശ്യങ്ങളിലുണ്ടാകും. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, വിശദാംശം. അജയ്, ഇന്നിപ്പോൾ വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് പട്ടാപ്പകൽ ഈ ഒരു സ്റ്റീൽ കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റീൽ ഷോപ്പിൽ കയറി ഇത്തരത്തിൽ 6 പേരടങ്ങുന്ന സംഘം 80 ലക്ഷം രൂപ തോക്ക് ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തി കവർന്നത്. പിന്നീട് പുറത്തുവരുന്ന വാർത്തകൾ ഇതിൽ ഈ ഒരു ഏജന്റ്, അതായത് ഇത് ഇവിടെ എത്തിയ ഒരു വടകര സ്വദേശിയായ സജിയെ പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ സജിയും ഈ ഒരു ഉടമയും തമ്മിൽ ചില ഡീലിംഗ്സ് ഉണ്ടായിരുന്നു. അതായത് 80 ലക്ഷം രൂപ സജി ഈ ഒരു സ്റ്റീൽ ഷോപ്പ് ഉടമയ്ക്ക് നൽകി കഴിഞ്ഞാൽ ആ തുക 1 കോടി രൂപയെ തിരിച്ച് അക്കൗണ്ട് വഴി നൽകാം എന്നുള്ള ഡീലിംഗ്സ് ആയിരുന്നു. ഈ ഡീലിംഗ്സിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അതായത് ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ വല വീശിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നടത്തിയ പോലീസിന്റെ അന്വേഷണമാണ് തൊട്ടടുത്തുള്ള ഈ ഒരു എംപയർ ഹോട്ടലിൽ പ്രതികൾ 1 മണിക്ക് ഈ പ്രതികളും അതോടൊപ്പം തന്നെ ഈ ഉടമയടക്കം അതിനെ എത്തിക്കൊണ്ട് ഒരുമിച്ച് ആ ഡീലിംഗ്സ് നടത്തുന്ന CCTV ദൃശ്യങ്ങളാണുള്ളത്. ആ CCTV ദൃശ്യത്തിൽ ഈ ഒരു സ്റ്റീൽ ഷോപ്പ് ഉടമയായ സുബിനുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന സജിയുണ്ട്. അതുകൂടാതെ മറ്റ് 2 പേർ ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ട ആളുകളാണ്. അതുകൂടാതെ ബാക്കി 3 പേർ കൂടി ഉണ്ട്. ഈ 3 പേർ മുഖംമൂടി ധരിച്ച് പെട്ടെന്ന് എത്തുകയായിരുന്നു. ഇതിൽ ജീവനക്കാർ പറയുന്നത് 3 മണിക്ക് ഈ ഓഫീസിൽ 1 മണിക്ക് ഇവർ ഡീലിംഗ് പുറത്തു വെച്ച് നടത്തുന്നു. അതിനുശേഷം 3 മണിക്ക് ഓഫീസിലെത്തി ഈ പണം തിട്ടപ്പെടുത്തുന്നു. ഈ ഒരു സമയത്താണ് 80 ലക്ഷം രൂപയിൽ 22 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴേക്കും പെട്ടെന്ന് ഈ സംഘം വന്ന് ഇവരെ ആക്രമിച്ചുകൊണ്ട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ പണം കവരുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വിവരങ്ങൾ നൽകിയത്.